2024 തുടക്കത്തിൽ മലയാള സിനിമയിൽ ഒരുതരം ഹിറ്റുകളുടെ കുതിപ്പായിരുന്നു എന്ന് വേണം പറയാൻ. ആദ്യത്തെ 4 മാസം കൊണ്ട് 800 കോടിയിലധികം രൂപയാണ് വാരിക്കൂട്ടാനായിട്ട് മലയാള സിനിമയ്ക്ക് സാധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ തലകീഴായി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഓണക്കാലമെല്ലാം എത്തിയിട്ടും സിനിമാ മേഖലയിൽ വലിയൊരു ഉണർവൊന്നും കാണുന്നില്ല. വയനാട് ദുരന്തവും തൊട്ടു പിന്നാലെ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലും വന്നതോടെ കാര്യങ്ങൾ മാറി വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്ന് പറയുന്നത് സിനിമാ വ്യവസായത്തിന് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. വിവാദത്തിലകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ പുതുതായി തുടങ്ങാനിരുന്ന ചില പ്രോജക്റ്റുകളും വലിയ തോതിൽ അനിശ്ചിതത്തിലായി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ഏതായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയോടുള്ള താല്പര്യത്തിൽ പണം മുടക്കിയിരുന്ന പ്രവാസികൾ അടക്കമുള്ളവരാണ് ഈ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനെല്ലാം തയ്യാറായി വന്നുകൊണ്ടിരുന്നത്. പുതിയ വിവാദത്തോടെ ഇവരെല്ലാം പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2023 160-ലേറെ ചിത്രങ്ങളാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയത്. ഇതിൽ ഒട്ടുമിക്ക സിനിമകളുടെയും നിർമ്മാതാക്കൾ പുതിയ ആ മേഖലയിലേക്ക് വന്ന പുതിയ ആളുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരവും കൗതുകരവുമായ കാര്യം. വിദേശ മലയാളികൾക്കിടയിൽ സിനിമാ നിർമ്മാണം തന്നെ ഒരു വലിയ ട്രെൻഡായി മാറിയിരുന്നു എന്ന് വേണം കാണാൻ. നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയ പലർക്കും കൈപൊള്ളുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും അതിനുശേഷം പുറത്തു വരാൻ തുടങ്ങി. പലർക്കും കെട്ടിവെച്ച പണം പോലെ ഇതിനുവേണ്ടി മുടക്കിയ പണത്തിൻ്റെ 10% പോലും കിട്ടാതെ തകർന്നു പോയ സാഹചര്യങ്ങൾ നിരവധിയായിട്ട് ഈ മേഖലയിൽ ഉണ്ടായി. 80കളിലും 90കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ ഹിറ്റ് നായകൻ അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് പ്രവാസിയായ മലയാളിയാണ്. അതായത് ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനം വലിയ തോതിൽ മാറ്റുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇനി സിനിമ നിർമ്മിക്കുക എന്ന റിസ്ക് ഏറ്റെടുക്കാനില്ല എന്നായിരുന്നു സാംസ്കാരിക മേഖലയിലടക്കം വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവാസി മലയാളിയുടെ നിലപാട്. നോക്കൂ, എത്രത്തോളം അതിനോടുള്ള പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നിർമ്മാതാക്കളുടെ പിന്മാറ്റം കൂടുതൽ ബാധിക്കുന്നത് ലോ ബഡ്ജറ്റ് ചിത്രങ്ങളെയാണ്. പുതുമുഖങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഷൂട്ടിംഗ് രീതി വരെ നിശ്ചയിച്ചിരുന്ന 3ഓളം സിനിമകൾ അനിശ്ചിതമായിട്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ് എല്ലാം നീട്ടിവെച്ചിരിക്കുകയാണ്. പുതിയ ചിത്രങ്ങൾക്കായുള്ള ചർച്ചകളും മരവിച്ച അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പുതിയ വിവാദങ്ങൾ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കില്ല എങ്കിലും പുതുമുഖങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ പുതിയ വിവാദങ്ങളെല്ലാം. ഈ രംഗത്തുള്ളവർ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ ഓണത്തിന് സൂപ്പർ താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, അതോടൊപ്പം തന്നെ ദിലീപ്, പൃഥ്വിരാജ് എന്നിവരുടെ ചിത്രങ്ങളൊന്നും തന്നെ റിലീസിന് എത്തുന്നില്ല എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന അജയൻ്റെ 2ാം മോഷണം, അതുപോലെ തന്നെ ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ, ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നുള്ള പ്രധാന ഈ ഓണക്കാല റിലീസുകളിൽപ്പെട്ടത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ ചിത്രങ്ങൾ ഓണത്തിന് വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളുടെ റിലീസിങ് ഇപ്പോൾ മാറ്റിയതായിട്ടാണ് ഏറ്റവും അപ്ഡേറ്റ് ആയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിൽ വിവാദങ്ങൾ വലിയ തോതിൽ കത്തി നിൽക്കുന്നതുകൊണ്ട് തിയേറ്ററിലേക്ക് ആളുകൾ, കാഴ്ചക്കാർ എത്തുമോ എന്നുള്ള ആശങ്ക തിയേറ്റർ ഉടമകൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം മാനസികമായി മലയാളികൾ ഒരു പ്രിപ്പറേഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് നടിയെ ആക്രമിച്ച സംഭവം അടക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഈ നടനുമായി അതിൽ പ്രതിയാക്കപ്പെട്ട അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടനുമായി ബന്ധപ്പെട്ട ആളുകളുടെ സിനിമകൾ ഇറങ്ങിയിട്ട് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ജനങ്ങൾ തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം വെച്ചാൽ ദിലീപിൻ്റെ പവി കെയർടേക്കർ എന്നുള്ള സിനിമയൊക്കെ റിലീസ് ചെയ്ത് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സിനിമയാണ്. സിനിമയുടെ കഥയോ അല്ലെങ്കിൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ കഥാ രീതികളൊന്നും വലിയ പ്രശ്നങ്ങളില്ല, ഒരു ആവറേജ് സിനിമയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് യാതൊരു രീതിയിലും അത് തിയേറ്ററുകളിൽ ഓടിയില്ല എന്ന് മാത്രമല്ല, ഒരു OTT പ്ലാറ്റ്ഫോമിന് പോലും നെറ്റ്ഫ്ലിക്സോ ആമസോണോ അതിൽ C5ഓ സോണി ലൈവോ അങ്ങനെ മനോരമ മാക്സോ ഇവരൊന്നും ആ സിനിമയെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു വിചിത്രമായ അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ ലോ ആയിട്ട് ഓടിയ പല സിനിമകളും അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ട് കൊണ്ടുവന്ന അത്ര ക്വാളിറ്റി, കാഴ്ചയിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്ത
പല ചിത്രങ്ങളും OTT-യിലേക്കെല്ലാം കടന്നു വന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സിനിമകളും വിജയിച്ചില്ല, അല്ലെങ്കിൽ അതിന് മലയാളികൾ ഈ നടനെ ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ പ്രതിസ്ഥാക്കപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോൾ മലയാളികൾ കൃത്യമായ വിവേചനത്തോടെ ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലൊരു മാന്ദ്യം പൊതുവെ തിയേറ്ററുകളിലൊക്കെ അനുഭവപ്പെട്ടിരുന്നു. കനത്ത മഴ ഒരു പ്രശ്നമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് വെള്ളിടി പോലെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതും കൂടി എത്തിയതോടുകൂടി ഇപ്പോൾ എല്ലാം തകർന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്.